ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പം ഇന്നൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പം ഗിഫ്റ്റൊക്കെ നാത്തൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഇവിടെ അതിൻ്റെ മെറ്റീരിയലായിട്ടും കിട്ടും. ബോക്സിൻ്റെ മെറ്റീരിയലായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സുകളും ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ഇവർ തന്നെ റെഡിയാക്കി തരുന്ന അങ്ങനത്തെ ഈ ടൈപ്പ് ബോക്സുകളും ഉണ്ട് കേട്ടോ. അപ്പം ഇത് കരുവാരണ്ടാണ്. അപ്പോൾ ഇവർ ഈ കൊറോണ സമയത്താണ് ഈ ഒരു ഷോപ്പ് തുടങ്ങിയത്. അപ്പോൾ അന്നൊക്കെ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമല്ലേ. അപ്പം ഈ ഡ്രോയിങ്സും അതുപോലെയുള്ള ഈ ഗിഫ്റ്റ് ബോക്സസും മറ്റും എല്ലാം കുട്ടികൾ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇതുവരെ ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സ്കൂളിലേക്കാണെങ്കിലും കോളേജുകൾക്കാണെങ്കിലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. പിന്നെ ടോയ്സ്, പിന്നെ ഫ്ലവേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, ബാഗ്, ലഞ്ച് ബോക്സ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ സ്കൂളുകളിലേക്കുള്ള ടെക്സ്റ്റ് ബുക്കില്ലേ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഗൈഡുകൾ, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബോക്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കേക്കിനുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളിതാ. ഇതാണ് മെയിൻ ബേക്കർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം അധികമൊന്നും ഉണ്ടാക്കാറില്ല. എന്നാലും എപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നിന്നാലും ഇവനായിരിക്കും ആദ്യമായിട്ട് ബീറ്റ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ചില സമയത്ത് ഭയങ്കര ഹെൽപ്പായിരിക്കും, ചില സമയത്ത് ആ ഹെൽപ്പ് ഭയങ്കര 8ൻ്റെ പണി കിട്ടാറുമുണ്ട്. ഞാനിപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചായിട്ടുള്ളൂ വീഡിയോസ് വീണ്ടും ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും പറയാമെന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം 10ാമത്തെ വർഷത്തിലാണ് ആദ്യ ബേബി ജനിക്കുന്നത് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇപ്പോൾ ആൾക്ക് 2.5 വയസ്സായിട്ടോ. അപ്പോൾ ഞാൻ ഓവണൊക്കെ പ്രീ ഹീറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് എത്ര നോക്കിയിട്ടും ഇതിൽ ചൂട് വരുന്നില്ല. അപ്പം ഓവണ് തീരുമാനമായിക്കണ് കുറേ അതിലേ വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അതാണ് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാതിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ക്രീമൊക്കെ സെറ്റാക്കി. പിന്നെ ആ ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഈ ബോക്സൊക്കെ എടുത്തിട്ട് ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും ഫ്രണ്ടും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല അത് അവൾക്ക് എത്രത്തോളം ഇഷ്ടമാവും എന്നുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ടോപ്പിൽ സെലക്ഷന് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയേയില്ല ഇത് ഇഷ്ടമാവോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് കടായി ചിക്കനും അതുപോലെ തന്നെ ഗീ റൈസും ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അപ്പം അതങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ടൈം ആയപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കേക്ക് പിന്നെയാണ് റെഡിയാക്കിയത്. പിന്നെ അതിൻ്റെ ബാക്കി അടിയിലുള്ള ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ബിസി ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണിപ്പം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ചേർന്നിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇതാണ് നാത്തൂനും ഷെന്നു ആണ് നാത്തൂൻ്റെ മോൾ ഷെന്നു. പിന്നെ ആദി ബേബിയും കൂടെ കൂടിയിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെ നേരെ പോയത് പാർക്കിലോട്ടാണ്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം. അപ്പം അവിടെ പോയിട്ട് ഐസിക്ക് വന്നത് അനിയത്തിൻ്റെ മക്കളാണ്, ഐമി, ഐസി. അപ്പോൾ ഇവർക്ക് പാർക്കിൽ വന്നിട്ട് നൈറ്റിലൊരു ഫങ്ഷൻ ഉണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ ആ പോകുന്ന വഴി ആണ് ഇവിടെ കയറിയത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇവർ കുറച്ച് കളിക്കും ഒക്കെ ചെയ്ത്. പാർക്കിലുള്ള വീഡിയോസൊക്കെ പിന്നെ ഐമിൻ്റെ ഐസിൻ്റെയും ചാനലിലാണ്. അപ്പം അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് റീസ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ വീഡിയോസിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.